ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. ഇടവൻ രാശിക്കാരുടെ വർഷഫലത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ഇടവൻ രാശി കാർത്തിക മൂക്ക, രോഹിണി, മകയിരമര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഇടവൻ രാശി. 2026 ജനുവരി മുതൽ 2027 ജനുവരി വരെയുള്ള ഒരു വർഷത്തെ ഇടവൻ രാശിക്കാരുടെ സമ്പൂർണ്ണ വർഷഫലമാണ് ഞാൻ പറയുന്നത്. 2026 ശനി ഇടവൻ രാശിയുടെ 11ാം ഭാവത്തിലും വ്യാഴം ജൂൺ 2 വരെ 2ാം ഭാവത്തിലും ശേഷം 3ാം ഭാവത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. രാഹു കർമ്മഭാവത്തിലും കേതു 5ാം ഭാവത്തിലുമായി സഞ്ചരിക്കുന്നു. നിങ്ങൾക്ക് സ്ഥാനത്ത് വ്യാഴം സ്ഥിതി ചെയ്യുന്ന സമയമാണ്. ഇടവൻ രാശിക്കാർക്ക് ഭാഗ്യാനുഭവങ്ങളുടെ കാലമാണ്. 2026 ജൂൺ 2 വരെ ധനസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം നിങ്ങൾക്ക് പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള അവസരം നൽകുന്നു. തൊഴിലിൽ ഉയർച്ചയും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നു. സമാധാനവും ശാന്തിയും കുടുംബത്തിൽ നിലനിൽക്കും. സന്താന സുഖം ലഭിക്കും. തൊഴിലിൽ വലിയ പുരോഗതി ഉണ്ടാകും. ഈ സമയത്ത് കടം വാങ്ങേണ്ടി വരികയില്ല. തൊഴിൽ സ്ഥലത്തെ മേലധികാരികളെ തൃപ്തിപ്പെടുത്താൻ കഴിയും. സുഖാനുഭവങ്ങൾ വർദ്ധിക്കും. പ്രശസ്തി ഉണ്ടാകും. ശത്രുക്കളുടെ നാശവും ബന്ധുക്കളുമായി സഹകരണവും ഉണ്ടാകും. നിക്ഷേപങ്ങൾ വർദ്ധിക്കും. കുടുംബത്തിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കും. വീട് പണി പൂർത്തിയാകാതെ കിടന്നവർക്ക് പണി പൂർത്തിയാക്കി താമസിക്കാൻ കഴിയും. പുതിയ വാഹനം വാങ്ങാൻ കഴിയും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് ഉന്നത വിജയം ലഭിക്കും. സ്കോളർഷിപ്പുകൾ ലഭിക്കും. ഉദ്യോഗസ്ഥർക്ക് അധികാരങ്ങൾ വർദ്ധിക്കും. 2026 ജൂൺ 2 ശേഷം വ്യാഴം 3ാം ഭാവത്തിലേക്ക് രാശി മാറുമ്പോൾ മേൽപ്പറഞ്ഞ ഫലങ്ങൾക്ക് ചെറിയ മാറ്റമുണ്ടാകും. എന്നാൽ വ്യാഴം ഉച്ചസ്ഥനായി നിൽക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാക്കുകയില്ല. ഈ സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുകയും ചെയ്ത അനുകൂല ഫലങ്ങൾ ഉറപ്പായും ലഭിക്കും. 2026 ജൂൺ 2 മുൻപ് പുതിയ പ്രവർത്തനങ്ങൾ തുടങ്ങിയാൽ കൂടുതൽ ശ്രേഷ്ഠകരമായിരിക്കും. 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനിയും 2026 നിങ്ങൾക്ക് സർവാഭീഷ്ടസിദ്ധി നൽകുന്നു. തൊഴിലിൽ ഉയർച്ച, വരുമാനത്തിൽ വർധനവ്, സമൂഹത്തിൽ മാന്യത എന്നിവ വർദ്ധിക്കുന്നു. രോഗം വന്ന് കിടപ്പിലായവർക്ക് രോഗമുക്തി ലഭിക്കുന്നു. ഭാര്യാപുത്രാദികളിൽ നിന്നും സുഖവും സന്തോഷവും ലഭിക്കുന്നു. ബിസിനസ്സിൽ നിന്ന് വരുമാനം വർദ്ധിക്കുന്നു. വിവാഹം മുടങ്ങിക്കിടന്നവർക്ക് വിവാഹത്തിൻ്റെ സമയമാണ്. രാഹു 10ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇടയ്ക്കിടെ കർമ്മരംഗത്ത് തടസ്സമുണ്ടാക്കാം. പക്ഷേ വരുമാനത്തിൽ കുറവുണ്ടാക്കുകയില്ല. വിദേശയാത്ര നടക്കും. ഈ സമയത്ത് കേസ് വഴക്കുകൾക്ക് പോകാൻ പാടില്ല. പരിഹാരമായി എല്ലാ ചതുർത്ഥി ദിവസവും ഗണപതി ഹോമം നടത്തുക. ശിവക്ഷേത്രത്തിൽ ദർശനവും നടത്തണം. ഉറപ്പായും തടസ്സങ്ങൾ മാറിക്കിട്ടും. അതുപോലെ തന്നെ കേതു 4ാം ഭാവത്തിൽ നിന്നുകൊണ്ട് പണച്ചിലവുകളും അശുഭ പ്രവൃത്തികളിൽ താല്പര്യവും വർദ്ധിപ്പിക്കും. ശത്രുക്കൾ വർദ്ധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദരരോഗം ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. വ്യാഴത്തിൻ്റെയും ശനിയുടെയും സ്ഥിതി രാഹുകേതുക്കളുടെ പ്രതികൂല പ്രവർത്തനങ്ങളെ തടസ്സം ചെയ്ത് 2026 നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ തീർച്ചയായും നൽകും. നിത്യവും നാമം ജപിക്കണം. വിഷ്ണു സഹസ്രനാമം ജപിക്കണം. എല്ലാ ചതുർത്ഥി തിഥിയിലും ഗണപതി ഹോമവും നടത്തുക. നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനവും കൂടി നടത്തുക. നിങ്ങൾക്ക് നല്ലത് വരും. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.